അതിക്രൂരമായ ഒരു ജയിൽ ടാസ്ക്കാണ് ഇപ്പോൾ പ്രൊമോ വന്നിരിക്കുന്നത്. ശരിക്കും ആ ഒരു ജയിൽ ടാസ്കും പിന്നെ അത് കണ്ടിട്ട് ഷാരിക പറഞ്ഞപ്പോഴാണ് ശരിക്കും അത് ആ തുടക്കം തന്നെ ഷാരികയാണ് പറയുന്നത്, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഷാരികയുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ പറയേണ്ടതല്ല. പിന്നെ അപ്പാനി ശരത്തും അഭിയും വന്നിട്ട് കണ്ടിട്ട് വിഷമം തോന്നുന്നു, ഈ ടാസ്ക് ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന് കെഞ്ചി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട്. ദെൻ ഒനീലിൻ്റെ ഒരു ശൗര്യം നമ്മൾ കണ്ടതാണ്. അയാൾ വിളിച്ച ചീത്തകളായിക്കോട്ടെ, വിളിച്ച വാക്കുകൾ, ഉപയോഗിച്ച വാക്കുകൾ, പ്രയോഗിച്ച പല കാര്യങ്ങൾ എല്ലാം തെറ്റ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഈ തവണ ജയിലിലേക്ക് വരണം എന്ന് തോന്നിയത് ഒനീൽ തന്നെയാണ്. അതിനൊപ്പം ജിസയിൽ വന്ന ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ളൊരു പണിഷ്മെൻറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ 2 ജയിൽ ടാസ്കുകൾ എടുക്കുകയാണെങ്കിൽ അനുമോള് അപ്പാനി ജയിലിൽ കിടന്നിട്ടുണ്ട്. രണ്ടുപേരും ചപ്പാത്തികൾ ഇരുന്ന് വട്ടത്തിലും ചതുരത്തിലും ഇരുന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. അവർ ആസ്വദിച്ച് നല്ല രസമായിട്ട് തന്നെ ആ ഒരു ജയിൽ ടാസ്കിനെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നെവിൻ, രേണു സുധി, സരിക ഇവർ ജയിൽ ടാസ്കിൽ വന്നപ്പോഴത്തേക്കും അച്ചാറിടലായിരുന്നു. നെല്ലിക്കയും നാരങ്ങയും പുറത്തെടുത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവരും അത് നല്ല എൻ്റർടൈൻ ചെയ്തിട്ടാണ് ചെയ്തത്. നല്ല രസമായിരുന്നു. പക്ഷെ ആ ആവേശം ഈ ഒരു ജയിൽ ടാസ്കിൽ ഒട്ടും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. എന്താണ് ആ ഒരു പ്രൊമോയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ജയിലിലല്ല, ബിഗ് ബോസിൽ ചരിത്രത്തിൽ ആദ്യമായി അത് പറയുകയാണെങ്കിൽ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയില്ലേ, അതേപോലെ ഘോരം പറയണം എന്നുണ്ട്. പക്ഷെ ആ ഒരു ഫീലിംഗ് എന്നെ അതിനെ അനുവദിക്കുന്നില്ല. അത് അത്രയും വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ പ്രൊമോ മാത്രമായിരിക്കും. പ്രൊമോ എന്ന് പറയുന്നത് ഒരു പ്രോമിസ് അല്ലല്ലോ. അപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസിൽ സമയം കേൾക്കാൻ പോവുകയാണ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷേ 5 മണിക്കൂർ കഴിഞ്ഞു, 5 മണിക്കൂറിൽ കൂടുതലായി എന്ന് ഒനീൽ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് 5 മണിക്കൂർ ഇവര് സമയം എണ്ണുന്നതാണോ ടാസ്ക് എന്നുള്ളതാണ് ഒരു ഡൗട്ട്. അതായത് ഒരു സമയം പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 10 മണി എന്ന് പറഞ്ഞിട്ട് ഈ 10 മണി തൊട്ട് 5 മണിക്കൂർ നിങ്ങൾ എണ്ണി എഴുതണം എന്നാണോ എന്നറിയില്ല. എന്തോ ഒന്ന് കണക്ക് കൂട്ടി എഴുതണം. നമ്മൾ ഈ 5 ക്രോസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, 5, 10, 15 എന്നുള്ള രീതിയിൽ ക്രോസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും ആ ഭിത്തിയിൽ എഴുതി കൂട്ടുന്നത്, ഒരു ചോക്ക് കൊടുത്തിട്ടുണ്ട്, ആ ചോക്ക് യൂസ് ചെയ്ത് ജിസയിൽ ആ ജയിലിൻ്റെ ഭിത്തിയിൽ എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താകും ആ ഒരു ടാസ്കിൻ്റെ ഒരു ഫലം, അല്ലെങ്കിൽ എല്ലാവരെയും ഭയപ്പെടുത്തി ടാസ്ക് എന്താണെന്ന് അറിയില്ല. ശരിക്കും അങ്ങനെയാണോ, ഇനി അതല്ലാതെ ഇവർ തന്നെയാണോ ഇനി സമയം 5 മണിക്കൂർ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആ ഒരു കയ്യിൽ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് 2 കമ്പികൾ കൊടുത്തിട്ടുണ്ട്. ആ കമ്പികൾ വെച്ചിട്ട് ഇങ്ങനെ അവർ അടിച്ചടിച്ചാണ് ഇരിക്കുന്നത്. അത്തരത്തിൽ അടിച്ച് 60 മിനിറ്റ്. പക്ഷെ 5 മണിക്കൂർ ഓർക്കുമ്പോൾ തന്നെ അത് അങ്ങനെ ആവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റെന്തെങ്കിലും ടാസ്ക് മതി. കാരണം ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ച് ഓരോ സെക്കൻഡ് അടിച്ച് 5 മണിക്കൂർ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഒനീൽ പറയുന്ന ഒരു 5 മണിക്കൂറാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. 5 മണിക്കൂർ എന്തോ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അറിയില്ല, ഇതൊരു കണ്ടിന്യൂവസ് ടാസ്ക് ആണോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഭീകര അന്തരീക്ഷം മാത്രമാണ് ആ ഒരു പ്രൊമോയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളാണ് ഇവർ രണ്ടുപേരെയും ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ അവർ തന്നെ ഇത്രയധികം ഭയന്ന് പറയുന്നത്, അതിൽ ഷാരിക പറയുന്ന വാക്കുകൾ കണ്ടിട്ട് തന്നെ പേടിയാകുന്നു എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇത് എന്ത് ടാസ്കാണെന്നറിയില്ല. അപ്പോൾ ഏതായാലും ശരി, പ്രൊമോ നിങ്ങൾ കണ്ടു കാണും. ജസ്റ്റ് ഒരു 5-10 മിനിറ്റേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ പോയി പ്രൊമോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെയും ഒന്ന് പറയുക. എന്താണ് ആ ടാസ്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ ഗസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പോയി വരാം. ബൈ.